الحمد لله الحمد لله الذي خلق الأزواج كلها نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافلات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ശരിയായ ജാഗ്രതയോടുകൂടി പാലിക്കുവാനും പുലർത്തുവാനും ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും നേർവഴിയിൽ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തന്ന് നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം റബ്ബ് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ള ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ, അതിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കവിതയുടെ ഭാഗം അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദ ലവേഴ്സ് ബോഡി ഈസ് എ സീക്രഡ് റിവർ. പ്രണയിനിയുടെ അല്ലെങ്കിൽ പ്രണയിയുടെ, കാമുകന്റെ കാമുകിയുടെ ശരീരമെന്ന് പറയുന്നത് ഒരു വിശുദ്ധ നദിയാണ്. ഐ ബേത്ത് ഇൻ ഇറ്റ് ആൻഡ് ഐ ആം പ്യൂരിഫൈഡ്. അതിലൊന്ന് മുങ്ങിക്കുളിച്ചതോടുകൂടി ഞാൻ വിശുദ്ധനായി തീർന്നു. ഈച്ച് ടച്ച് എ പ്രെയർ, ഈച്ച് സൈ എ ഹൈം, ഈച്ച് മോൺ എ കോൾ ടു ഗോഡ്. ഓരോ സ്പർശവും ഓരോ പ്രാർത്ഥനയായി മാറുന്നു. ഓരോ കാഴ്ചയും ഓരോ പ്രകീർത്തനമായി മാറുന്നു. ഓരോ ഞരക്കവും അല്ലെങ്കിൽ ഓരോ സീൽക്കാരവും അത് ഒരു ദൈവത്തിലേക്കുള്ള ഒരു വിളിയായിട്ട്, പടച്ചതമ്പുരാനെ വിളിക്കുക എന്ന ഒരു പ്രക്രിയയായിട്ട് മാറുന്നു എന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു സ്പിരിച്വാലിറ്റി, സാധാരണ സാമ്പ്രദായികമായ മതകാഴ്ചപ്പാടനുസരിച്ച് ആത്മാവിൻ്റെ തടവറയാണ് ശരീരം എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ നമുക്കിടയിൽ പോലും നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല കാണുന്നത്. ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു സാധാരണഗതിയിൽ വേദാന്തത്തിലും നിയോ പ്ലേറ്റോണിസത്തിലും പിന്നെ ആനിമിസം പോലുള്ള മതകീയ കാഴ്ചപ്പാടിലുമൊക്കെ വിവരിക്കപ്പെടുന്ന ആ ഒരു പ്രതിഭാസം തന്നെയും യഥാർത്ഥത്തിൽ ഖുർആനിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ റൂഹ് വേറൊന്നാണ്. അതേസമയം അതിന് നമ്മൾ ആത്മാവ് എന്ന വാക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പറയുന്നതോടുകൂടി ഇത്തരം കുറെ സങ്കല്പങ്ങൾ
നമ്മുടെ മനസ്സിൽ വരാതിരുന്നാൽ മതി. പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ശരീരം അങ്ങോട്ട് വിട്ടുപോകുന്നതോടുകൂടി സ്വതന്ത്രമാകുന്ന ആത്മാവ് എന്ത് ചെയ്യും? ചിലരുടെ കാഴ്ചപ്പാടിൽ അതിങ്ങനെ ഭൂമിയിൽ തന്നെ അലഞ്ഞു നടക്കും. അങ്ങനെ ഭൂമിയിൽ അലഞ്ഞു നടക്കുമെന്ന് പറയാനുള്ള വകുപ്പൊന്നും ഇസ്ലാമിലെ റൂഹിനില്ലാത്തത് കൊണ്ട് ചില സിഹിറിന്റെ ആളുകൾ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ റൂഹാനി എന്ന രണ്ടാമതൊരു ആത്മാവിനെ കൂടി സങ്കല്പിച്ചിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്തതാണ്, അത് പ്രമാണങ്ങളിലുള്ളതല്ല. ഖുർആനിലെ റൂഹ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതല്ല നമ്മുടെ വിഷയം എന്നതുകൊണ്ട് അതങ്ങോട്ട് വിടുകയാണ്. അതേസമയം നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു അനുഭവം, ആ അനുഭവം യഥാർത്ഥത്തിൽ അതിന്റെ മാധ്യമം നമ്മുടെ ശരീരം തന്നെയാണ്. ആ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന ഭൗതികമായ പ്രവർത്തനങ്ങളുമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആത്മീയതയെ സംബന്ധിച്ചാണ് ഈ കവിതയിലും പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇണകൾ തമ്മിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള സംസർഗം, ഇതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഇണയുടെ നേരെ അയക്കുന്ന ഒരു നോട്ടം പോലും എൻ്റെ ഒരു പ്രകീർത്തനമായി മാറുന്നു. ഞാൻ അവളെ ഒന്ന് സ്പർശിച്ചാൽ അതൊരു പ്രാർത്ഥനയായി മാറുന്നു. ഇണയുടെ നേരെ ഞാൻ സ്പർശിച്ചാൽ, ഇണയുടെ ശരീരത്തിൽ ഞാനൊന്ന് സ്പർശിച്ചാൽ അത് പ്രാർത്ഥനയായി മാറുമെങ്കിൽ ഒരിക്കലും തന്നെ ആ സ്പർശനം ഒരടിയുടെ അല്ലെങ്കിൽ ഒരു മർദ്ദനത്തിന്റെ സ്വഭാവം കൈവരിക്കാൻ പാടില്ല. കാരണം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണത്. പ്രാർത്ഥിക്കുന്നതിനുണ്ടല്ലോ രീതിയൊക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തമാശകളും അതോടൊപ്പം തന്നെ അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഞരക്കങ്ങളും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതെല്ലാം തന്നെ ദൈവത്തെ വിളിക്കുക എന്നൊരു മഹത്തായ പ്രക്രിയയായി മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അനുഭൂതിയാണ്, അനുഭവമാണ് എന്ന് കാണും. അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് മാറിയിരുന്ന് ആത്മാവിനെ എൻലൈറ്റൻ ചെയ്യലല്ല എന്നുള്ളതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. അത് നമ്മൾ ജീവിക്കുന്നു എന്നതിന്റെ അടയാളം ബാക്കി വെക്കൽ തന്നെയാണ്. നമ്മുടെ അസറുകൾ ഇവിടെ ബാക്കി നിർത്തലാണ് എന്ന് കാണണം. എന്തായിരുന്നാലും ആ അടിസ്ഥാനത്തിൽ തന്നെയും ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് ദാമ്പത്യത്തെയും നമ്മൾ പരിശോധിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ ഏറെ റൊമാൻറ്റിക് ആണ് എന്ന് തന്നെ ഇവിടെ പറഞ്ഞു. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ. അവനാണ് ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അതിൽ നിന്ന് അതിന്റെ ഇണയെയും. എങ്ങനെയാണ് ഈ വേഴ്സ് അത്രയും റൊമാൻറ്റിക്കായി മാറുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. കൂടുതൽ പറയേണ്ടതില്ല. ക്രിയേറ്റഡ് ഫ്രം എ സിംഗിൾ സോൾ. തൽക്കാലം സോൾ എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാം. സെൽഫാണ് കുറച്ചുകൂടി ശരി. ക്രിയേറ്റഡ് ഫ്രം എ സിംഗിൾ സെൽഫ്. അതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരൊറ്റ സെൽഫിൽ നിന്ന് രണ്ടുപേരെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്തുള്ള ആ ഒരു റൊമാൻസ്, അതിൽ ആ ഒരു റൊമാൻറ്റിസിറ്റി, അതിലൊരു കാൽപ്പനികത എന്ന് പറയുമ്പോൾ ആദമും ഹവ്വയും ദേ ആർ നോട്ട് സെപ്പറേറ്റ് ബീയിങ്സ്. വ്യത്യസ്തരായിട്ടുള്ള വേർതിരിക്കപ്പെട്ടിട്ടുള്ള അസ്തിത്വങ്ങളല്ല. ദേ ആർ പാർട്ട് ഓഫ് ദ സെയിം എസെൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരേ ഒരു എസെൻസിന്റെ, ഒരേ ഒരു സെൽഫിന്റെ ഭാഗമാണ് രണ്ടുപേരും. ഇത് നമ്മൾ പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. വല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ. അപ്പൊ രണ്ടുപേരും ഒരൊറ്റ സെൽഫിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഗതി തിരിച്ചറിയുക എന്നുള്ളതാണ്. എനിക്കും എൻ്റെ ഇണക്കും ഇടയിലുള്ള ഒരു ബന്ധം അതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരുപക്ഷെ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് ഇന്റിമസി, പ്രണയത്തിന്റെ അങ്ങേയറ്റത്തെ ആഴം എന്നൊക്കെ പറയാം. ആ ഒരു ആഴം, അതുകൊണ്ടാണ് മാൽക്കം എക്സ് പറഞ്ഞത് പ്രണയം ഇസ്ലാമിലേ ഉള്ളൂ, പാശ്ചാത്യ ദർശനങ്ങളിൽ കാമമാണുള്ളത് എന്ന് പറയാൻ കാരണം അതാണ്. ആ പ്രസ്താവനക്ക് ചിലപ്പോൾ രാഷ്ട്രീയമായ ശരിയും തെറ്റൊക്കെ ഉണ്ടാവാം, പക്ഷെ അതിന് ഇങ്ങനെ തത്വശാസ്ത്രപരമായിട്ടുള്ളൊരു മാനമുണ്ട്. ആ ഒരു സിംഗിൾ സെൽഫ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിലൂടെ സാക്ഷാത്കൃതമാകുന്ന ഒരു അനുഭവം, അതാണ് ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് ഇന്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇവർക്കിടയിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിതസ്കുനു ഇലൈഹ, അവരുടെ സാമീപ്യത്തിൽ നമുക്ക് ട്രാങ്ക്വിലിറ്റി കണ്ടെത്താൻ സാധിക്കുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രശാന്തത,
അവരുടെ സാമീപ്യത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യം, നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മവിശ്വാസം, സുരക്ഷിതത്വ ബോധം, ഒരു പുരുഷന്റെ തണലിൽ സ്ത്രീക്ക് അനുഭവിക്കുന്ന സുരക്ഷിതത്വ ബോധം എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ച് പറയാറുണ്ടോ? ഇത് രണ്ടും അങ്ങനെയാണ്. രണ്ടുപേർക്കും ഒരേ വികാരം, രണ്ടുപേർക്കുമുള്ളത് ഒരേ സ്നേഹമാണെങ്കിൽ രണ്ടുപേർക്കും അനുഭവപ്പെടുന്നത് ഒരേ സുരക്ഷിതത്വ ബോധം, രണ്ടുപേർക്കും അനുഭവപ്പെടുന്നത് ഒരേ കോൺഫിഡൻസ് ആണ്. ഈ ഒരു ലെവലിൽ കാണുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധമായിട്ട്, തുല്യവിധാനത്തിലുള്ള ഒരു ബന്ധമായിട്ട് അത് മാറുകയും ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി അനുഭവിക്കാൻ സാധിക്കുക. നമ്മൾ കൽപ്പിക്കുന്ന ഒരാളും അവരനുസരിക്കുന്ന ആളുകളും എന്ന് പറയുമ്പോൾ അതിലൊരു സ്പിരിച്വാലിറ്റി ഇല്ല എന്ന് കാണേണ്ടതാണ്. ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നും കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇണ, പ്രത്യേകിച്ച് ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു സേവികയോ അടിമയോ അല്ല, ഒരു എതിരാളിയുമല്ല. അതേസമയം നമുക്ക് പ്രശാന്തത പകരുന്ന, നമ്മൾ തിരിച്ചും അത് നൽകാൻ ബാധ്യസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ ബാധ്യസ്ഥരായിരിക്കുന്ന ആ ഒരു അസ്തിത്വമാണ് എന്നുള്ള നിലക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പരസ്പരമുള്ള ആശ്രയം, പരസ്പരം പകരുന്ന ആശ്വാസം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകും. അങ്ങനെയാണ് അത് കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കുക. ആ അനുഭവത്തെ യഥാർത്ഥത്തിൽ അത് നമ്മൾ പ്രണയമായിട്ടും കാമമായിട്ടും രതിയായിട്ടും ഒക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലില് ഒരു മണം അനുഭവിക്കുകയാണ് അതിലെ കഥാനായകൻ. ബഷീർ തന്നെ, ബഷീർ സ്വന്തം കഥയാണല്ലോ ആവിഷ്കരിച്ചത്. അതിൽ പറയുന്നൊരു വാക്യമുണ്ട്: അനന്തകോടി മന്വന്തരങ്ങൾക്ക് മുമ്പ് ആദമായി ഏദൻ തോട്ടത്തിൽ ഉണർന്നപ്പോൾ അനുഭവപ്പെട്ട ഹവ്വയുടെ അതേ മണം. എന്തൊരു പ്രയോഗമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരല്പം കവിത തിരിയുന്നവർക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അനന്തകോടി മന്വന്തരങ്ങൾക്ക് മുമ്പ് ആദമായി ഏദൻ തോട്ടത്തിൽ ഉണർന്നപ്പോൾ ഞാനായിരുന്നു ആ ആദം. ഇന്നും ഞാൻ തന്നെയാണ് ആദം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. അവിടെ ആദമിന് അനുഭവപ്പെട്ടിട്ടുള്ള ഹവ്വയുടെ അതേ ഗന്ധം, അതേ മണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആ ഒരു ഡീപ്പസ്റ്റ് ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് കാണേണ്ടതാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നതായാലും പരമ്പരാഗതമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള മിത്തുകളായാലും അതിലൊക്കെയുള്ള പേരുകൾക്ക് പോലും പ്രസക്തിയുണ്ട് എന്ന് കാണേണ്ടതാണ്. ഉദാഹരണത്തിന് ഹവ്വ ഖുർആനിൽ പറഞ്ഞിട്ടില്ല പേര്. ഖുർആനിൽ ആദമും ഇണയും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഓതന്റിക് ആയിട്ടുള്ള ഹദീസുകളിലും ഹവ്വ എന്നുള്ള പേരില്ല. പക്ഷെ അത് യൂദോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിം പാരമ്പര്യവും സ്വീകരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഹവ്വ? അത് പ്രോട്ടോ സെമിറ്റിക് ഭാഷയിൽ ചവ്വാഹ് എന്നാണ് ആ വാക്ക് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ചവ്വാഹ് എന്ന് പറഞ്ഞാൽ ടു ബ്രെത്ത്. ടു ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ടു ലിവ്, ജീവിക്കുക എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഹയ എന്നുള്ള വാക്ക്. അത് എബ്രായ ഭാഷയിലുണ്ട്, അതുപോലെ അറബി ഭാഷയിലുണ്ട്. ഹയ എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ ഹയ, ഹയ്യ്, ജീവിതത്തെ തന്നെ സിംബലൈസ് ചെയ്യുന്ന ഒന്നാണ് ഇണ. ആദം, ആദമിന്റെ ഇണ. അതിന് ഹവ്വ എന്ന് പേര് കൊടുക്കുമ്പോൾ അത് ജീവിതത്തെ തന്നെയാണ് സിംബലൈസ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്ന് തന്നെയല്ല, ഒരു മനുഷ്യന്റെ നിലനിൽപ്പ്, അതാണല്ലോ ബ്രീത്തും അതുപോലെ ലൈഫും ഒക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യന്റെ നിലനിൽപ്പ്, ജീവനം, അതിജീവനം, ചൈതന്യം, ശാശ്വതികത്വം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് എന്ന് കാണാൻ സാധിക്കും. ബിബ്ലിക്കൽ ട്രഡീഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ ട്രഡീഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അതിൽ പറഞ്ഞു വന്ന മിത്തിൽ പെണ്ണിന്റെ സ്ഥാനം കുറച്ച് താഴോട്ടായി പോകും. ആ താഴോട്ടായി പോകുന്നത് ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. കാരണം പാപത്തിന് പ്രേരിപ്പിച്ചു എന്നാണ്. ഖുർആൻ അങ്ങനെ പറയുന്നില്ല, ഹദീസുകളിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല. അതുപോലെ പുരുഷന്റെ അനുബന്ധമാണ്. ഒരുപക്ഷെ അതാവില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വാരിയല് കൊണ്ട് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒന്നാണ് എന്നതിന്റെ ഒരു മിത്തികമായ ആവിഷ്കാരമായിരിക്കാം പറഞ്ഞവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ട്രഡീഷണലി വന്നത് അങ്ങനെയല്ല. പുരുഷന്റെ ഒരു അനുബന്ധം മാത്രമായിട്ട് സ്ത്രീ മാറുന്നു എന്നുള്ളതാണ്. അത് പ്രശ്നമാണ്. പാരഡൈസ് ലോസ്റ്റ് എഴുതുമ്പോൾ ജോൺ മിൽട്ടൺ ഈ ഒരു പ്രശ്നം, അത് ഫോൾ ആണല്ലോ അതിൽ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള വീഴ്ച. ഖുർആന്റെ കാഴ്ചപ്പാട് അതല്ല കേട്ടോ. ഒരു വീഴ്ചയായിട്ട് ഭൂമിയിലെ ജീവിതത്തെ ഖുർആൻ കാണുന്നില്ല. ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. അത്തരം കമ്പാരിസണിലേക്ക് നമ്മൾ തൽക്കാലം വിശദമായിട്ടൊന്നും പോകുന്നില്ല.
അതേസമയം തന്നെ ആ ഫോളിനപ്പുറം ജോൺ മിൽട്ടൺ ഈവിനെ അവതരിപ്പിക്കുമ്പോൾ, ഹവ്വയെ അവതരിപ്പിക്കുമ്പോൾ റിഡംറ്റീവ് ഹോപ്പ് ഫോർ ഹ്യൂമനിറ്റി എന്നൊരു തലത്തിലേക്ക് അദ്ദേഹമായിട്ട് വികസിപ്പിക്കുകയാണ്. അതായത് ആ ട്രഡീഷണൽ അദ്ദേഹം ഒന്ന് ചാടിക്കടക്കുകയാണ്. അങ്ങനെ ചാടിക്കടക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ചവ്വാഹ് ഹവ്വ എന്ന് പറയുന്ന വാക്ക് തന്നെയും റിഡംഷൻ ആണ്, വീണ്ടെടുപ്പാണ്. അതല്ലെങ്കിൽ അത് ശരിക്കും ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ് എന്ന് തന്നെ കാണാൻ സാധിക്കും. ഖുർആനിന്റെ ഒരു ആഖ്യാനം ആ സ്വഭാവത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത പേര് തന്നെയാണ് ഇതും. പക്ഷെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഹാജർ. ഹാഗാർ എന്നാണ് എബ്രായയിൽ പറയാം. ഹാഗാർ എന്ന് പറഞ്ഞാൽ അത് പലായനം ചെയ്യുക എന്നതിൽ നിന്നുണ്ടായതാണ് എന്നാണ് പൊതുവെ എബ്രായ ജൂത വ്യാഖ്യാതാക്കളുടെയും അതുപോലെ തന്നെ പൊതുവെ മുസ്ലിം ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും ഒക്കെ അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ട്. ഹിജ്റയുമായിട്ടാണ് ഈ ഹാജർ ബന്ധപ്പെടുന്നതാണ്. അതേസമയം ഹാജർ എന്ന അറബി പദം വെച്ചുകൊണ്ട് മറ്റൊരർത്ഥകൽപ്പന ഉണ്ട് അതിന്. അത് ഹാ അജ്റുക എന്നാണ്. ഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാദ, ഹാഹുന എന്ന് പറയാറുണ്ടല്ലോ ഖുർആൻ. ഹാഹുന എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് എന്നാണ്. അപ്പൊ ഹാ എന്ന് പറഞ്ഞാൽ ഹാദായാണ്. ഹാദ അജ്റുക അല്ലെങ്കിൽ ഹാ അജ്റുക എന്ന് പറയുമ്പോൾ ഹിയർ ഈസ് യുവർ ഗിഫ്റ്റ് ഓർ റിവാർഡ്. പടച്ച തമ്പുരാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, ഇതാണ് നിനക്കുള്ള എന്റെ സമ്മാനം, നിനക്കുള്ള എന്റെ ഗിഫ്റ്റ്, എന്റെ റിവാർഡ് എന്ന് പത്നിയെ സംബന്ധിച്ച്, ഇണയെ സംബന്ധിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അള്ളാഹു ആയാലും, കാരണം ഇത് വ്യാഖ്യാനം ശരിയും തെറ്റുമാകാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്നാണല്ലോ പറയുന്നത്. മാത്രവുമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള ദൈവിക വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതിന്റെ ഉപാധികളും കൂടിയായിരുന്നു ഈ രണ്ട് പത്നിമാരും എന്നും കാണേണ്ടതാണ്. രണ്ട് പത്നിമാരിലൂടെയാണ് ഒരു വലിയ ജനവിഭാഗമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതി പരമ്പരകൾ മാറുന്നത് എന്നും കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മളെ ചേർത്ത് വെക്കുന്ന അർത്ഥപരികൽപ്പനകൾ പോലും ആ പേരുകൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ പോലും ആ ഒരു റൊമാൻറ്റിസിറ്റി വളരെ കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ രണ്ടു തരം പ്രണയങ്ങളെ സംബന്ധിച്ച് റിക് ഫ്രോമിലൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. അതിലൊന്ന് വളരെ ജൈവികമാണ്. ജൈവികം എന്ന് പറയുമ്പോഴും രണ്ടർത്ഥമുണ്ട് കേട്ടോ. വളരെ ആർദ്രമായ, അതിന് ജൈവികം എന്ന് ഭാഷയിൽ പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചത് അതല്ല, കേവല ജീവശാസ്ത്രപരം, ഒരു സിംബയോട്ടിക് യൂണിയൻ എന്ന് പറഞ്ഞു. അത് ആ അർത്ഥത്തിൽ നിലനിൽപ്പുമായി മാത്രം ബന്ധപ്പെടുന്ന ഒന്നാണ്, ഭൗതികമായ നിലനിൽപ്പുമായി മാത്രം ബന്ധപ്പെടുന്ന. അതേസമയം ഏറ്റവും മെച്ചുവർ ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത് മെച്ചുവർ ആൻസർ ടു ദ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ്, നമ്മുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ശരിയായിട്ടുള്ള മറുപടി എന്നതിൽ പറയുന്നുണ്ടല്ലോ. ഇതുപോലെ വേറൊരു സംഗതി കൂടി പരിശോധിച്ചാൽ മൊത്തത്തിൽ തന്നെ പ്രണയം, കാമം പോലുള്ള സംഗതികളെ സംബന്ധിച്ച് ആത്യന്തികമായിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ. ഒന്നിനെ നമ്മൾ സെൻഷ്വലിസം എന്ന് പറയാം, അത് വളരെ ഭൗതികമാണ്, ശാരീരികമാണ്. മറ്റൊന്നാണെങ്കിൽ ഒരുതരം റിനൻസിയേഷൻ, അത് വേണ്ട എന്നുള്ള അഭിപ്രായം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമായ നിലപാടുകളാണ് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു ആൻഡ്രോസെൻട്രിക് ആയിട്ടുള്ള, പുരുഷ കേന്ദ്രിതമായിട്ടുള്ള ഒരു വ്യവസ്ഥക്കകത്ത് അത് മനസ്സിലാക്കുമ്പോൾ അവിടെ സ്ത്രീ രണ്ടിലും കേവലം ഭോഗവസ്തുവായി മാറുന്നു എന്നുള്ളതാണ്. സെൻഷ്വലിസം ആസ് യൂഷ്വൽ, കാരണം അത് ഭോഗേച്ഛക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു, അതുകൊണ്ട് പെണ്ണൊരു ഭോഗവസ്തുവായി മാറുന്നു. എന്തൊക്കെ വിമോചനം പ്രസംഗിക്കുമ്പോഴും ഇപ്പോഴും ദൗർഭാഗ്യവശാൽ അങ്ങനെ പറയൂ, അതാണ് വേണ്ടത് നമുക്ക് അഭിപ്രായമില്ല. ദൗർഭാഗ്യവശാൽ ലൈംഗികതയുടെ ഉപഭോക്താവ് പുരുഷനും അല്ലെങ്കിൽ സബ്ജക്റ്റ് പുരുഷനും ഓബ്ജക്റ്റ് സ്ത്രീയും എന്നുള്ള മൈൻഡ് നമുക്കിടയിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വസ്തുതയാണ്. നമ്മൾ എത്ര അതല്ലാന്ന് പറഞ്ഞാൽ പോലും അത് അങ്ങനെയാണ് എന്നത് ശരിക്കും വരേണ്ട ഒരു മാനസികാവസ്ഥയാണ് എന്നല്ല ഇവിടെ പറയുന്നത്. അതിനെ സാധൂകരിക്കുകയല്ല ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ അത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വസ്തു മാത്രമായിട്ട് പെണ്ണ് മാറുന്നു എന്നത് എന്തൊക്കെ സ്ത്രീ വിമോചനം പറഞ്ഞാലും ലിബറലിസത്തിന്റെ ഒരു എഫക്റ്റാണ്, അതിന്റെ ഒരു ഫലമാണ് എന്ന് തന്നെ കാണാൻ സാധിക്കും. അത്തരം ധാരാളം ഉദാഹരണങ്ങൾ സംഭവലോകത്ത് തന്നെയുണ്ട്. അപ്പൊ അവിടെ ഒരു വസ്തുവായി മാത്രം മാറുന്നു. പഴയ കാലത്തൊക്കെയുള്ള ഈ പറയുന്ന ഭൗതിക ചിന്തകളിൽ അത് അങ്ങനെ തന്നെയായിരുന്നു, നേർക്കുനേരെ അങ്ങനെ തന്നെയാണ് പറയപ്പെട്ടത്. അതേസമയം ഇപ്പൊ ചാർവാകന്റെ ഒക്കെ ഉപദേശങ്ങളുണ്ട്. നിരീശ്വരവാദം കണ്ടുപിടിച്ച ആളാണല്ലോ ചാർവാകൻ. അദ്ദേഹം പറയുന്നത് മത്ത കാമിന്യ സേവ്യ, മതിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങളോടൊപ്പം എന്താണ് ആർത്ത് ഉല്ലസിക്കണം എന്ന് മാത്രമല്ല പറയുന്നത്. അതിൽ പറയുന്നത്, അതിന് മൊത്തം ഉപദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീ ഒരു ഭോഗവസ്തുവായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഒരു ഭാഗത്തെങ്കിൽ, മറുഭാഗത്തിൽ പറഞ്ഞ പോലെ റിനൻസിയേഷൻ അതിലും അങ്ങനെ തന്നെയാണ്. അതിലങ്ങനെ ആവാൻ പാടില്ലല്ലോ, പക്ഷെ അങ്ങനെ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ മോഹമുഗ്ധര എന്നതൊരു വലിയ ഭജനയാണ്.
ഭജഗോവിന്ദം എന്നും അതിന് പറയാറുണ്ട്. ആ മോഹമുഗ്ധരയിലുള്ള ഒരു വരി, നാരീ സ്തനഭര നാഭീദേശം ദൃഷ്ടാമാവുക മോഹാവേശം, ഏതൻ മാംസവ സാധിവികാരം മനസ്സി വിചിന്തയ വാരം വാരം എന്നാണ്. സ്ത്രീകളുടെ സ്തനം ഭരം, അതുപോലെ നാഭി ദേശങ്ങൾ, ശരീരത്തിലെ നമുക്ക് പുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്ന ശരീരഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോ ചിന്തയിലോ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മാംസത്തിന്റെ ഒരു കൂനയല്ലാതെ മറ്റൊന്നുമല്ല. മാംസത്തിന്റെ ഒരു കൂനയല്ലാതെ മറ്റൊന്നുമല്ല. ആ ഒരു വിചാരം നിന്റെ മനസ്സിൽ സദാസമയം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ മാംസത്തിന്റെ ഈ ഒരു ചേർപ്പ് അല്ലെങ്കിൽ ഒരു കൂമ്പാരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യൻ അങ്ങനെയല്ല അത് പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ പറയിപ്പിക്കുന്നത് ആ ഒരു മൈൻഡാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ ഉയർച്ചയെ തടയുന്ന ഒന്നാണ് സ്ത്രീ എന്നൊരു കാഴ്ചപ്പാട്. ആധ്യാത്മികമായിട്ട് ഉയരാൻ പാടില്ല, അങ്ങനെയല്ലല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെയല്ല വിശുദ്ധ ഖുർആൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഏറ്റവും ആത്മീയമായിട്ടുള്ള ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പോലും ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഇണകളുമായിട്ട് ഒരുമിച്ച് ചേരുക, രമിക്കുക, ബന്ധത്തിലേർപ്പെടുക. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്, നിയമമാക്കിയിട്ടുള്ളത്, കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ തേടുക എന്ന് ഒരു കൽപ്പനയുടെ സ്വഭാവത്തിലാണ് പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഇതിൽ ഏതെങ്കിലും ഒരാള് ഉപഭോക്താവ്, ഒരാൾ സബ്ജക്ട്, മറ്റേയാൾ കർമ്മം, ഇന്ന നിലക്ക് ഒരു ഏജൻസി എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. അത് പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടാണ്. തുടക്കത്തിൽ ഓതിയിട്ടുള്ള ആയത്തും അത് തന്നെയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമ, ഈ ആയത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഖുർആനിലെ പല ആയത്തുകളും പുരുഷനെ അഭിസംബോധന ചെയ്യുന്ന സ്വഭാവത്തിലാണ്. ഇതിൽ ആണുങ്ങളെ മാത്രം സംബോധന ചെയ്യുന്നതുകൊണ്ട് പൊതുവായിട്ട് സംബോധന ചെയ്യുന്നതുകൊണ്ട്. പൊതുവായിട്ട് സംബോധന ചെയ്യുന്നതിൽ പുല്ലിംഗം സ്വീകരിക്കുക എന്നുള്ളത് ഭാഷയുടെ ഒരു പൊതു രീതിയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില സ്ത്രീകൾ, കുറച്ച് വകതിരിവും പിന്നെ ആശയപരമായിട്ടുള്ള ആഴവും ചിന്താശക്തിയും ഒക്കെ ഉള്ള കുറച്ച് സ്ത്രീകൾ ഉമ്മു സലമയുടെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് ഒരു വർത്തമാനം, ഒരു ആലോചന നടത്തി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, ഭാര്യയാണ്. ഉമ്മു സലമ നേരെ പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്ത് കേൾക്കുമ്പോഴും അതെല്ലാം ഒരു പുല്ലിംഗ സ്വഭാവത്തിൽ പ്രവാചകന് വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകന് വഹ്യ് നൽകുന്ന അള്ളാഹുവിന് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭാഷാ പ്രയോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാം. മാത്രമല്ല, തുടർന്നുണ്ടായിട്ടുള്ള ആയത്തുകളൊക്കെയും ആ സ്വഭാവത്തിൽ തന്നെയാണ് വന്നത്. പക്ഷെ അവിടെ അന്നേരം ഇറങ്ങിയിട്ടുള്ള ആയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഈ വാദത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്. ആ ആയത്താണിത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിങ്ങളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, മുസ്ലിങ്ങളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുള്ള വഴക്കം പ്രഖ്യാപിച്ചിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യത്തിൽ ഉറച്ചു നിലകൊള്ളുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്വാബിരീന വസ്വാബിറാത്ത്, എല്ലാത്തിലും ഈ സ്ത്രീലിംഗം കൂടി ചേർത്ത് പറയാണ് വസ്വാബിരീന വസ്വാബിറാത്ത്. വളരെ ശരിയായിട്ട് ഒരാള് ഒരു സംഗതി പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിന് പകരം തൽക്കാലം അയാൾ പറയുന്നത് അംഗീകരിക്കുക. സാധാരണഗതിയിൽ മനഃശാസ്ത്രത്തിലും മറ്റൊക്കെ ഉപയോഗിക്കാറുള്ള ടെക്നിക്കും കൂടിയാണത്. തൽക്കാലം അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അംഗീകരിച്ചതിന് ശേഷമാണ് പറയാനുള്ളത് പറയാം. വസ്വാബിരീന വസ്വാബിറാത്ത്, സഹനം കൈക്കൊള്ളുന്ന പുരുഷന്മാരും സ്ത്രീകളും, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, അല്ലാഹുവിനോട് പേടി വെച്ച് പുലർത്തുന്ന, ഭയം വെച്ച് പുലർത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും. അതുപോലെ തന്നെ തുടർന്ന് പറയാണ് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, വസ്വായിമീന വസ്വായിമാത്ത്, നോമ്പ് നോൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വൽ ഹാഫിദീന ഫുറൂജഹും വൽ ഹാഫിലാത്ത്, തങ്ങളുടെ ലൈംഗികമായ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അള്ളാഹുവിനെ അധികം അനുസ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. അള്ളാഹു മഗ്ഫിറത്ത് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഇവർക്ക് മൊത്തമായിട്ടാണ്. അല്ലാതെ ഈ വാക്കുകളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അള്ളാഹു മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇവർക്ക് മൊത്തമായിട്ടാണ്. അജ്റുൻ അലീമ, അവർക്ക് തന്നെയാണ് മഹത്തായ പ്രതിഫലവും ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പടച്ചതമ്പുരാൻ സംസാരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ആ സെൻഷ്വലിസം ആണെങ്കിലും അതുപോലെ റിനൻസിയേഷൻ ആണെങ്കിലും രണ്ട് രീതിയിലും, ഒന്ന് ഭൗതികതയാണ്, മറ്റൊന്ന് അങ്ങേയറ്റത്തെ ആത്മീയതയാണ്. രണ്ടിലും സ്ത്രീ നിൽക്കുന്നത് കേവലം ഭോഗവസ്തു അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്ന ഒന്ന് എന്ന സ്വഭാവത്തിലാണ്. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, ഇസ്ലാം ജീവിതത്തെക്കുറിച്ച് വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട് തന്നെയും ഇത് രണ്ടും ശരിയല്ല എന്നുള്ള നിലക്കാണ്. ഈ പറയുന്ന ഭൗതികമായ ആസക്തിയും ശരിയല്ല, ആധ്യാത്മികമായ പിടുത്തം വിട്ട അവസ്ഥയും ശരിയല്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മധ്യമ പാത, ആ മധ്യമ പാതയിലുള്ള ഇവരുടെ ബന്ധം എത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് കാണേണ്ടതാണ്. ആ അർത്ഥത്തിൽ മറ്റ് സംഗതികളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പോകേണ്ടതാണ്. അടിസ്ഥാനപരമായിട്ട് സമനിരപ്പിലുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ആ പ്രണയം എന്ന് പറയുന്നതിലുള്ള ഒരു ആധ്യാത്മികത, അതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി, അതിലനുഭവിക്കുന്ന ഒരു ട്രാങ്ക്വിലിറ്റി, അതിലനുഭവിക്കുന്ന ഒരു എന്താ പറയാ ഒരു വിശ്രാന്തി, ഇങ്ങനെയുള്ള സംഗതി. എന്തൊക്കെ നല്ല വാക്കുകൾ പറയാമോ അതെല്ലാം ചേർത്തിട്ട് പറയണം. അപ്പോൾ അവളുടെ ശരീരത്തിലും മനസ്സിലും ഞാനൊന്ന് മുങ്ങിക്കുളിച്ചു എന്ന് പറയുന്നത് പോലെ, ശരീരം എന്നതാണ് അവിടെ പ്രാധാന്യത്തോട് പറഞ്ഞത്. അതിന് കാരണവും ഞാൻ പറഞ്ഞു. അപ്പൊ അതിലേക്കൊന്ന് മുങ്ങിക്കുളിച്ചപ്പോൾ ഞാൻ പരിശുദ്ധനായ, ഐ ആം പ്യൂരിഫൈഡ് എന്നാണ് പറയുന്നത്. ഐ ആം പ്യൂരിഫൈഡ്, ഞാൻ വിശുദ്ധനായി എന്നാണ് പറയുന്നത്. ആ ഒരു വിശുദ്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദാമ്പത്യ ബന്ധം എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെ ഉണ്ടാകുന്ന ഒരു പരസ്പരമുള്ള ഗാഠബന്ധം. പിന്നെ നമ്മൾ മക്കളോട് എങ്ങനെയാവണം, സമൂഹത്തോട് എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് വേറെ പറയേണ്ടതില്ല. അത് തന്നെയാണ് ശരിയായിട്ടുള്ള, നമ്മൾ മറ്റെല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശീലനം എന്ന് തിരിച്ചറിയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇഹപര വിജയം നേടുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ എം മുഹമ്മദ് മദനി അന്തരിച്ച വാർത്ത കേട്ടു. അദ്ദേഹം കേരളത്തിലെ ഇസ്ലാമിക സാമൂഹിക ദീനീ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വൈജ്ഞാനിക സംവാദത്തിലും അത്തരം പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ സജീവമായി സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, പ്രയോജനപ്രദമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയാനുള്ളത്. കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റാണ് നിലവിൽ എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്ന സമയത്ത്. അതുപോലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നന്മകൾ നമുക്കെല്ലാവർക്കും വേണ്ടി ലോകത്ത് നിലനിർത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഉത്തമമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും തന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين، اللهم أذل الشرك والمشركين، اللهم دمر أعداءنا وأعداءك وأعداء الدين، اللهم دمر أعداءك وأعداء المجاهدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا